മാഗസിൻ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് എന്നോട് ചോദിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഞാൻ മാത്രമല്ല അതിര് കിടക്കുന്നതെന്ന് പറയുന്നത്. ന്യൂഡോ മറ്റുള്ള മോശം കാര്യങ്ങളൊന്നും അവിടെ. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഗൗരി സിജി മാത്യൂസ്. സോഷ്യൽ മീഡിയയിൽ ചിലർക്കൊക്കെ എന്നെ അറിയാമായിരിക്കും. പോസ്റ്റിൽ വരുന്ന സദാചാര കമൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഇടയ്ക്കൊന്ന് വന്ന് നോക്കും, കണ്ടിട്ട് ഒരുപാട് മോശമായിട്ടുള്ള കമൻറ്റുകളാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത പോലെ പോവും. അതിനല്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ അഭിപ്രായം ഞാൻ പറയാറുണ്ട്. പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഞാൻ ആക്റ്റീവ് അല്ല. നമ്മുടെ പേജുകൾ നോക്കുന്ന നമ്മുടെ ടീമുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ വരുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ അതിനുള്ള മറുപടികൾ പറയാറുണ്ട്. മോഡലിംഗ് ഫീൽഡിൽ വന്നിട്ട് ദുരനുഭവങ്ങൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാടാണ്. പക്ഷെ അതിലൊന്നും അടിപതറാതെ മുൻപോട്ട് പോവുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരിടത്തു നിന്നും തെറിവിളികൾ വരുമ്പോഴും ഇതൊന്നും ഉൾക്കൊള്ളാതെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെതായ കഴിവുകൾ തെളിയിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്ന ആൾ. ഒരു മാഗസിൻ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് എന്നോട് ചോദിച്ചിരുന്നു. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനത് ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് അതിനെ ഞാൻ മറുപടി അങ്ങോട്ട് കൊടുക്കുക, എന്നെ കൊണ്ട് പറ്റില്ല, ആ വർക്ക് വേണ്ട, അതവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ പറഞ്ഞത് അവോയ്ഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. അതിനെ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഞാൻ മാത്രമല്ല അതിര് കിടക്കുന്നതെന്ന് പറയുന്നത്. അതിര് കിടക്കുന്നു എന്ന് പറയുന്നത് ഞാൻ അവിടെ വന്നിട്ട് ന്യൂഡോ മറ്റുള്ള മോശം കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പം എന്നെക്കാളിലും അതിര് കിടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതിൻ്റെ ഓരോ വ്യക്തികളുടെ പേരുകളും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ദൈവഭാഗ്യം, ദൈവത്തെ ഇതിൻ്റെ അകത്ത് പഴിചാരാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ മില്യൺ ആകുന്നു, അത് വൈറലാകുമ്പോൾ പബ്ലിക്കിലേക്ക് വരുന്നു. ആ പബ്ലിക്കിൽ വരുന്നത് കൊണ്ടായിരിക്കുമല്ലോ നമ്മളെ തിരക്കി ഓരോരുത്തരും നമ്മളുടെ പ്രൊഫൈലിലേക്ക് വരുന്നതെന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ കണ്ടന്റുകൾ ഞാൻ ആർക്കും വേണ്ടിയിട്ട് ഇന്നതൊന്നും പറഞ്ഞിട്ട് ഒരിടത്തും ഞാൻ മോശമായിട്ട് കൊണ്ടുവന്ന് ചിത്രീകരിക്കുന്ന മോഡലിങ്ങിലെന്ന് പറയുമ്പോൾ തട്ടിപ്പുകൾക്കൊന്നും ഞാൻ ഇരയായിട്ടൊന്നും ഇല്ല. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി പേയ്മെൻറ്റും കൊടുത്തിട്ടില്ല. അവരുടെ കയ്യിൽ നിന്ന് വർക്ക് ചെയ്യാതെ നമ്മൾ പേയ്മെൻറ്റും മേടിച്ചിട്ടില്ല. അപ്പം അതിനെക്കുറിച്ചെന്ന് പറയുമ്പം ഈ ഫോൺ എടുക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്, നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കറക്റ്റ് സ്പോട്ട് ലൊക്കേഷൻ ചോദിച്ച് മേടിക്കും. ആ ലൊക്കേഷനിൽ വർക്ക് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഹോട്ടലാണോ, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും വില്ലയിലാണോ എന്നുള്ളത് നമ്മൾ നോക്കിയും കണ്ടുമാണ് നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറയുന്നത്. അത് ഞാൻ ഒരാളായിട്ടല്ല പോകുന്നത്, നമ്മുടെ കൂടെ ഒരു ടീമും കാണും. അങ്ങനെയാണ് വർക്കുകൾ ചെയ്യാറുള്ളത്. ഇന്നത്തെ പഴയ കാലഘട്ടത്തിലെ ആൾക്കാരും ഇന്നത്തെ ആൾക്കാരും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുള്ള വ്യക്തികളാണ് എല്ലാ മനുഷ്യരും എന്ന് പറയുന്നത്. അപ്പം ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സാരി ഉടുത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ സൂപ്പർ എന്ന് പറയുന്ന ആൾക്കാരും, ബിക്കിനി ഇട്ട് വന്നു കഴിഞ്ഞാൽ അയ്യേ അത് മോശമെന്ന് പറയുന്ന ആൾക്കാരുമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഒരാളെയും ഞാൻ മോശമായിട്ട് ആക്ഷേപിക്കുകയില്ല. അത് അതിൻ്റെതായ കാഴ്ചപ്പാടിൽ മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഉപജീവന മാർഗമാണ് മറ്റൊരാൾ. നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് അതിൻ്റെ അകത്ത് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിരിക്കുന്ന കുറച്ച് ആൾക്കാരും, ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഗൗരി ഇന്ന് വർക്കൊന്നുമില്ല എന്ന് ചോദിച്ചു വരുന്ന നമ്മുടെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറയുക, ഞാൻ ഒരുപാട് ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ ആണെന്നും പറയാം, അല്ലെന്നും പറയാം. ഞാൻ ഒരുപാട് ബോൾഡ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരുപാട് കമൻറ്റുകളുണ്ട്. അപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതൊന്നും ബാധകമല്ല. ഞാൻ നല്ലതായ ഇപ്പം അതിന് എന്നാ മറുപടി പറയുക? സപ്പോർട്ട് മറ്റുള്ളവർ തരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഈ വർക്കുകൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. സപ്പോർട്ടില്ലെങ്കിൽ മുൻപോട്ട് നമ്മൾ പോവുകയില്ല. അപ്പം അതിനെക്കുറിച്ച് ഞാൻ വലിയ ഇത് പറയാൻ ഞാൻ ആളല്ല. പിന്നെ എൻ്റെ പ്രേക്ഷകർ, എൻ്റെ ഫാൻസ് ആണല്ലോ അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് പറയുന്നത്. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നൊരു കാര്യമാണ്. എന്നാൽ പോലും ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറില്ല. പക്ഷെ ചിലതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീനെ ചെയ്യാതെ മോശകാര്യങ്ങൾ ചെയ്യാത്തൊരു വ്യക്തിനെ വെടി വേശ്യ എന്ന് വിളിക്കുമ്പോൾ, പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വീട്ടിൽ എന്താ പറയുക, അരി പുകഞ്ഞോ അല്ലെങ്കിൽ മറ്റേ വീട്ടിലെന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കി നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പുറത്തെ വീട്ടിൽ കഞ്ഞി വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയുന്ന
അറിയാൻ നോക്കുന്ന കുറച്ച് എന്താ പറയുക കുശുമ്പും കുന്നായ്മയുള്ള ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നാ പറയുക, നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് വാക്കുകളാണ്. ആ കമൻറ്റുകൾ ഞാൻ നോക്കിയിട്ട് അത് അവിടെ വിട്ട് കളയുന്നു. വീട്ടിൽ ആരുമില്ല എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഇത് ഈ കോമൺ ആയിട്ട് ഇങ്ങനെ വരുന്ന വെടി വേഷി നിന്റെ വീട്ടിൽ ആരും ഇല്ലേ ചോദിക്കാൻ എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ തന്നെ പറയുമ്പോൾ ആ വേടിന് തന്നെ എന്താ പറയുക, നമുക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നുകയാണ് നമ്മളത് ഉച്ചരിച്ച് വീണ്ടും വീണ്ടും പറയുമ്പോൾ തന്നെ. അതൊരു മോശ വർത്തമാനമാണ്. ഒരു സ്ത്രീനെ നമ്മൾ കാണാത്തടത്ത്, ഒരു തെറ്റ് കാണാത്തിടത്തോളം അവളെ മോശക്കാരിയായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉള്ളൊരു കാര്യമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് കണ്ടിട്ട് അവളെ വിളിക്കുക. അങ്ങനെ വിളിക്കുന്നത് ഈ വന്ന കാലം എത്രത്തോളം ഇതുള്ളതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ബിക്കിനി ഷൂട്ട് മലയാളികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അയ്യെ കൊള്ളൂല്ല, അല്ലെങ്കിൽ അത് അണ്ടർവെയർ ബിക്കിനി നിക്കർ എന്നുള്ള കോമൺ ഡയലോഗാണ്. പക്ഷെ നമ്മുടെ യൂറോപ്യൻ കൺട്രിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ സെലിബ്രിറ്റീസ് പുറം രാജ്യത്ത് പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടുമ്പോൾ അത് സൂപ്പറാണ്. നമ്മുടെ നാട്ടിലുള്ളവർ അത് ചെയ്യുമ്പോൾ, മോഡലിംഗ് രംഗത്ത് സജീവമായി ഒരു ബിക്കിനി ഷൂട്ട് ചെയ്യുമ്പോൾ അത് മോശ വസ്ത്രധാരണം, അതല്ലെങ്കിൽ അവളുടെ വീട്ടിൽ ആരും ചോദിക്കാനില്ല, അയ്യ ഇതെന്ത് വൃത്തികേട്, ഇങ്ങനെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു രീതികളാണ് നമ്മൾ കണ്ടുവരുന്നതെന്ന് പറയുന്നത്. ഇപ്പൊ എന്നെ ആയാലും മറ്റുള്ള വ്യക്തികളായാലും ഒരുപാട് പേരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മോശക്കാരായി ചിത്രീകരിക്കാൻ നമ്മൾ കാണുന്നതാണ്. എൻ്റെ അനുവാദം കൂടാതെ ഞാനൊരു മോശമായിട്ടൊരു കണ്ടന്റോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യം എനിക്ക് വന്നിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ മോഡലിംഗ് രംഗത്ത് സജീവമായിട്ട് മുൻപോട്ട് പോകുന്നതെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മോഡലിംഗ് രംഗത്ത് വരുന്ന സമയത്തെ ഏതൊക്കെയോ കണ്ടന്റുകൾ വൈറലാണ്. ഒരു മീൻ വെട്ടുന്നത്, പിന്നെ ലെസ്ബിയൻ കൺസെപ്റ്റ്, പിന്നെന്നാ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്നതെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്ത് മുൻപോട്ട് പോവുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് പറയുന്നത് പറയും, അത്രയേ ഉള്ളൂ. മോഡലിംഗ് എന്ന് പറയുന്ന ഇതുകൊണ്ട് എനിക്ക് ഉപകാരം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരെ എനിക്ക് ആ കിട്ടുന്ന ഏണിങ്സിൽ നിന്ന് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഉപകാരമല്ലാതെ ദോഷം ചെയ്തിട്ടുള്ളത് മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു കൊളാബ് ചെയ്യുകയോ പിന്നെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യരുതെന്നുള്ള കാര്യമാണ്. എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ അതാണ്. മറ്റുള്ളവർക്ക് നമ്മൾ ഒരു സപ്പോർട്ട് പ്രൊഫൈൽ 0 ഇതിൽ നിന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ വന്നൊരു അക്കൗണ്ടിനെ റീച്ചാക്കി കൊണ്ടുവരുമ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷം ആൾക്കാരും. നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്താൽ വരും വരായികൾ എന്ന് പറയുന്നത് എന്താ പറയുക, നുണയും കൊതിയും നമ്മുടെ മലയാളികൾക്ക് കുറേ ഉള്ളൊരു കാര്യമാണല്ലോ, നുണയും കൊതിയും പറയുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് കുറേ നല്ല ബന്ധങ്ങൾ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഞാൻ എപ്പോഴും ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയല്ലേ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മെസ്സഞ്ചർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ എപ്പോഴും കയറാറില്ല. അത് മെസ്സഞ്ചർ നമ്മുടെ പേജുകൾ മാനേജ് ചെയ്യുന്ന ടീമാണ് കയറുന്നത്. അപ്പോൾ ഇത് ഓൺലൈനിൽ വരുമ്പോൾ ഞാനാണോ അവരാണോ എന്നും പറഞ്ഞ് ചില ആൾക്കാർ വന്നിട്ട് ഇത് ഗൗരിയാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും ഞാൻ ഗൗരി തന്നെയാണ് സംസാരിക്കുന്നതെന്ന്. ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തോട്ടെ, എനിക്ക് ഇത് ഫേക്ക് അല്ല എന്ന് തോന്നുന്ന പ്രൊഫൈലുകൾക്ക് ഞാൻ കോൾ ചെയ്ത് സംസാരിക്കാറുണ്ട്. അതിലെന്നോട് അവരാരും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ലൈഫിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിളിച്ചിട്ടുള്ളതെന്ന് പറയണത്. ലെസ്ബിയൻ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് 2-3 വ്യക്തികളുടെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മോശമെന്ന് പറയാൻ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇവളാണാണോ പെണ്ണാണോ എന്നുള്ള ഒരു സംബോധനകൾ വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ ചിലർക്ക് ഇനി നെക്സ്റ്റ് ഷൂട്ട് അവരുടെ കൂടെ എന്നാണെന്നൊക്കെ ചോദിച്ചു വരാറുള്ള കമൻറ്റുകളാണ് കൂടുതലും എന്ന് പറയുന്നത്. എൻ്റെ ലൈഫിലെ പ്രണയം എന്ന് പറയുമ്പോൾ ഞാൻ 8-ലോ 9-ലോ പഠിക്കുന്ന സമയം ഒരു ജീപ്പ് ഡ്രൈവർക്ക്, നമ്മുടെ നാട്ടിൽ ഇന്ന് ജീപ്പ് ട്രിപ്പ് അടിക്കുന്നതുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മളന്ന് 3-5 രൂപ വെച്ച് കൊടുത്താൽ മതി. മറ്റേ സ്റ്റോപ്പുകളിൽ നമ്മളെ ഓട്ടോക്കാർക്ക് നമ്മളിപ്പം ടൗണിൽ നിന്ന് വിളിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ കൊണ്ടിറക്കുമ്പോൾ നമ്മൾ 130 രൂപ 120 രൂപ വെച്ച് അങ്ങനെയല്ലേ കൊടുക്കണേ. പണ്ടത്തെ കാലത്ത് ഞാൻ 9-ലാണ് എനിക്ക് തോന്നുന്നു, 9-ലോ 10-ലോ ഒരു പേപ്പറിൽ ഐ ലവ് യു എന്നും പറഞ്ഞിട്ടൊരു പേപ്പറിൽ എഴുതിക്കൊണ്ട് പോയി. പക്ഷെ അവന് കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാൻ പറ്റുന്നതിന് മുമ്പ് എൻ്റെ മലയാളത്തിലാണോ കെമിസ്ട്രിയുടെ ബുക്കിലാണോ പുസ്തകത്തിലിരുന്ന് കഴിഞ്ഞിട്ട് ചേട്ടത്തി വീട്ടിൽ അത് പിടിച്ചു. അടിയായി ബഹളമായി. പിന്നെ അങ്ങനെയുള്ള പ്രേമലേഖനങ്ങളൊന്നും എഴുതാൻ പറ്റിയില്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഒരുപാട് പേര് പ്രണയം പറഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ആരോടും അങ്ങനെ ഒരു അഫെയർ തോന്നുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല.
പ്രണയം അഭ്യർത്ഥിച്ചവരിൽ ആൾക്കാരുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൂടെ തോന്നണം താൽക്കാലികമായിട്ടുള്ള ഒരു അഫെയറിലേക്ക് പോയി ചാടുന്നതിലും ഭേദമല്ലേ നമുക്ക് എല്ലാ വസ്തുക്കളെയും പ്രണയിക്കാം. ഉദാഹരണം ഇവനെ തന്നെ നമുക്ക് പ്രണയിക്കാം. ഇതെന്റെ മകനായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു കുഞ്ഞാണ്. അപ്പം ഇത് ഇപ്പൊ ഞാൻ എങ്ങോട്ട് പോയാലും ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇതിന്റെ മുൻപിൽ ഞാൻ വന്നിരിക്കുമ്പോൾ തന്നെ എന്റെ മടിയിലേക്ക് ചാടി കയറി അവൻ വന്നിരിക്കുകയാണ് അവന്റെ പതിവ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്റെ വണ്ടിയെ പ്രണയിക്കുന്നു, ഞാൻ എന്നെ തന്നെ പ്രണയിക്കുന്നു, മറ്റൊരു വ്യക്തിയെ ഞാൻ പ്രണയിക്കുന്നില്ല എന്ന് ഞാൻ പറയാം.